ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റുട്ടീനെന്നൊന്നും പറയാൻ പറ്റത്തില്ല. രാവിലെ എണീറ്റിട്ട് ഒരു 10-11 മണി വരെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ കണ്ണൊക്കെ കണ്ടോ ഗൈസ്, വല്ലാതിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആകാശദൂത് സിനിമ കണ്ടിട്ട് കരഞ്ഞ് എനിക്ക് വയ്യാണ്ടായി. അങ്ങനെയാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത്. അപ്പം രാവിലെ ചെയ്യാനായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് കട്ടനാണ് ഇത് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അച്ഛൻ പറമ്പിൽ ഏലത്തിന് മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ കാപ്പി കൊണ്ട് കൊടുക്കണം. താഴെയാണ് നിൽക്കുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ പടിയാട്ടോ. ഇതുവഴിയാണ് ഇറങ്ങി താഴെ പറമ്പിലോട്ട് പോകുന്നത്. ഇതൊക്കെ എൻ്റെ പ്രഹസനം. അപ്പോൾ കാപ്പി കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് താഴേക്ക് മരുന്നടിക്കാനായിട്ട് കുളത്തിൽ നിന്ന് വെള്ളം കുത്തിവിട്ടിട്ടുണ്ടായിരുന്നു. അത് തുറന്നു പോയോ എന്ന് നോക്കാൻ എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞു. അതിന് വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് അവിടെ ഉള്ള ചെറിയൊരു തോട് പോലത്തെ സംഭവം കേട്ടോ. നമ്മളങ്ങനെ വെള്ളമൊക്കെ നോക്കി, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര വെയിൽ, ഇന്ന് രാവിലെ നല്ല ചൂടെടുക്കുന്നുണ്ട്. പൊട്ടൊക്കെ പോയി. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികളുണ്ട്. നമുക്കതൊക്കെ ചെയ്യാം. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ ബാക്കി എന്താണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? നമ്മളിനി പെരക്ക അടിച്ച് വരാൻ പോവുകയാണ്. നിറച്ച് പൊടിയൊക്കെ ആയിട്ട് കിടക്കുക. ഇന്നലെ വൈകുന്നേരം രാത്രി അടിച്ചതല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പെരക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കുക്കിംഗ് ഉണ്ട്. ഇതിലേക്ക് കിടക്കാം ഗൈസ്. ഞാൻ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. വേറെ ആരുമില്ല എനിക്ക് എടുത്തു തരാനായിട്ട്. പിന്നെ തേട്ടടായി നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, ഇത് കുറേ വർഷം പഴക്കമുള്ള വീടാണ്. ഒത്തിരി വർഷം പഴക്കമുണ്ട്. പുതിയ വീടൊക്കെ വെക്കണം, എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഉടനെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് തൂക്കാം. ഇനി കുറച്ച് കുക്കിംഗ് അത്രയും കൂടെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാം കൂടി ഇട്ടെങ്കിൽ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഷോർട്ടായിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ചരിച്ചിൽ മീൻസ് അല്ലാതെ എടുത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് അതൊന്ന് ക്ഷമിക്കുക. പിന്നെ പറയാനായിട്ടുള്ളത് ഒരു കാര്യം കാണിച്ചു തരാം. അത് എൻ്റെ വീട്ടിൽ ഈ ഗ്യാസൊക്കെ വെക്കുന്ന സ്ലാബുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഈ സിമെൻ്റ് ഇട്ടതാണ്. എന്നിട്ട് അതിനകത്ത് ഈ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മീഷോയിൽ നിന്നൊരു വാട്ടർ പ്രൂഫ് സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചതാണ്. എനിക്ക് വീഡിയോ ഒക്കെ വാട്ടേറ്റിനിടെ എടുക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. 1-2 വീഡിയോസ് ഞാൻ എടുത്തതിനകത്ത് എൻ്റെ വീട് പഴയതാണ്, കുറച്ച് പഴയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴത്തേനും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നല്ല, കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇവർക്ക് ഈ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് ഈ വീടൊന്ന് വൃത്തിയാക്കി അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടൂടെ എന്ന് വിചാരിക്കും. പക്ഷേ ഗൈസ്, അതല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വർഷം പഴയ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ വീടാണ്. പിന്നെ എൻ്റെ അച്ഛന് 10-20 ആ ഒരു വയസ്സ് തൊട്ടേ അവർ താമസിച്ചൊരു തറവാട് വീടാണിത്. ഇനി ഞങ്ങൾ ഒരുപാട് തവണ ഈ വീട് റിനോവേറ്റ് ഒക്കെ ചെയ്തതാണ്. ഓടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം റിനോവേറ്റ് ഒക്കെ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇനി എന്താണെങ്കിലും ഇതിലൊരു അഴിച്ചുപണി ചെയ്യുന്നില്ല, പുതിയൊരു വീട് വെക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ മാക്സിമം എല്ലാം അടുക്കിപ്പറക്കി ക്ലീനാക്കി അങ്ങനെ ഇട്ടിരിക്കുന്നൊരു വീടാണ്. അപ്പം അത് എനിക്ക് പറയണം തോന്നി, അത് കാരണം ഞാൻ പറഞ്ഞതാണ്. പിന്നെ വീട് പുതിയത് ഞങ്ങൾ ഉടനെ വെക്കുമെന്ന് പറയുന്നില്ല. ഈ ഒരു വർഷം, അടുത്തൊരു വർഷം എന്താണേലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക്, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട്ടിലോട്ടൊക്കെ വരണം എന്ന് പറയുമ്പം ഞാൻ അവരോട് വേണ്ട എന്നൊക്കെ പറയുമായിരുന്നു. കാരണം എൻ്റെ വീട് ഇങ്ങനെ ആയത് കാരണം എനിക്ക് അവരെ കൊണ്ടുവരാനായിട്ടൊരു ചമ്മൽ, അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ. പക്ഷെ ഞാനിപ്പോൾ ഇത്രയും വലുതായിട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോയി. കാരണം
എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാതിരിക്കണം, എൻ്റെ വീട് ഇങ്ങനെ ആയതുകൊണ്ട് എന്തിന് ഞാൻ അവരെ കൊണ്ടുവരാതിരിക്കണം എന്നൊരു ചിന്തയാണ്. ഇപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേന് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ വരുന്നതിന് മുന്നേ അവളോട് പറയും ഇങ്ങനെയൊക്കെയാണ് സംഭവം, അന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൾ ഓക്കെ കുഴപ്പമില്ല അടി എന്ന് പറയും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടൊരിക്കലും പറയുന്നതല്ല, വീട് പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ഒരു സ്വർഗ്ഗമാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പം ഞാനതുകൊണ്ട് ഏതൊരു വീട്ടിൽ ചെന്നാലും ഞാനവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കും. പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കാണും ഇങ്ങനെ വീട് ഇങ്ങനെ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്സിനെ ഒന്നും വീട്ടിൽ കൊണ്ടുവരാതിരിക്കുന്നത്. എനിക്ക് തന്നെ പേഴ്സണലി ഒത്തിരി പേര് അറിയാം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മുടെ വീടാണ്, നമ്മൾ ജനിച്ചു വളർന്ന ഒരു വീട്. അത് സൗകര്യക്കുറവ് അല്ലെങ്കിൽ കുറച്ച് ഭംഗി കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തിന് മറ്റുള്ളവരെ കൊണ്ടുവരാതിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ അതൊരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേനും നിങ്ങൾ കുറച്ച് പേരൊക്കെ വിചാരിക്കുമായിരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ വീട്ടിൽ ഇത് കുക്കിങ്ങൊക്കെ ചെയ്യുന്നതാണ്, വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് കാര്യങ്ങൾ കാണുമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇങ്ങനെ പാഷൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിങ്. അതുപോലെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, റീൽസ് ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ 2 വീഡിയോ ഇട്ട് അവരെന്ത് വിചാരിക്കും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുക. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വരുന്നവളാ, ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് വരുന്നവളാ, അപ്പോൾ അവൾക്ക് വേറെ ഇതൊന്നുമില്ല, അങ്ങനെയൊക്കെ പലരും വിചാരിക്കും. നമ്മളെ മറ്റുള്ളവർ വിചാരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മളെന്നും ഇങ്ങനെ ഇരുന്ന് പോകത്തുള്ളൂ. പക്ഷേ നമ്മളതിൽ നിന്നൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നമ്മളല്ലേ സൂപ്പർ. ഞാൻ പറയും കേട്ടോ, ഞാൻ അങ്ങനെയാണ്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നൊന്നും ഞാൻ ഓർക്കത്തൊന്നുമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളത് മറ്റുള്ളവർക്കൊരു ഉപദ്രവമാകുന്ന രീതിയിൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിനി അടുത്ത പണിയിലേക്ക് പോവാം. നമ്മളിന്ന് പയറും മത്തങ്ങയും കറിയാണ് വെക്കുന്നത്. അത് രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അരപ്പ് ഓൾറെഡി അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പിന്നെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ വറ്റൽമുളക് കരിയാപ്പില ഇത്രയായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയും പയറും കൂടെ ചേർക്കുക. കുറച്ച് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു കറി വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചോറ് വെക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ അരിയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ സമയം 11 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കുറച്ച് ചക്കയും അതുപോലെ തന്നെ അച്ചാറും കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് മീൻ വറുക്കാനായിട്ടുണ്ട്, അതും വറുക്കാൻ വെച്ചു. അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വറുക്കാൻ വെച്ചത്. ഞാൻ തിരിച്ചിട്ടാണ്. കിളിമീനായിരുന്നു, 2-3 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പണി കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. കറി വെച്ചു, അതുപോലെ തന്നെ മീൻ വറുത്തിട്ടുണ്ട്, ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രം കഴുകാനും അതുപോലെ തന്നെ തുണി നനയ്ക്കാനായിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വീഡിയോ തുടങ്ങിയത്. പക്ഷേ വേറെ കുറേ എന്തൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ഒരു ചെറിയൊരു സപ്പോർട്ടല്ലേ, അതൊന്ന് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തെടുത്ത് അവരോടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇത്ര ലെങ്ത് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ 11 മണി വരെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്നാണ്. പക്ഷേ സമയം കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഒരു 12:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്യണം. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സമയം കുറച്ച് ലാഗാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വരുന്നവരെ ടാറ്റാ.